ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. നമുക്കൊരു ചെറിയ സ്വാതന്ത്ര്യാഘോഷം കണ്ടാലോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അല്ലിക്കുട്ടനെ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ അംഗനവാടിയിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അല്ലിക്കുട്ടൻ്റെ കൂട്ടുകാരൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരിച്ചിരി താമസിച്ചു, എങ്കിലും ഞങ്ങൾ ചെന്ന സമയപ്പോഴത്തേക്കിനും പതാക ഉയർത്തിയിട്ടില്ലായിരുന്നു. പതാക ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പിള്ളേരെല്ലാം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പതാക ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങളുടെ കയ്യിൽ പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരെല്ലാവരും വാങ്ങിച്ചുകൊണ്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അവർക്കൊക്കെ ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ്. കാരണം നമ്മുടെ അംഗനവാടിയിലെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേനും അങ്ങോട്ട് 3 വയസ്സ് അങ്ങോട്ട് ആയതല്ലേ ഉള്ളൂ. അപ്പം അവർക്കിതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, എങ്കിലും ടീച്ചർ അവർക്ക് കാര്യമായിട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാഗാണ് എന്നൊക്കെ അറിയാം. ചടങ്ങ് നടന്നു വരികയാണ്. ഈ സമയത്ത് കൂടി മിക്കവാറും എല്ലാ ഭാഗങ്ങളിലെയും പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ തന്നെയും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യദിന പരിപാടികൾ ആഘോഷമായി നടന്നു. അല്ലിക്കുട്ടനെയും കാശിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് അവരുടെ ടീച്ചറായിരുന്നേ. അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിൻ്റെ എണീന്ന് 2 പേർക്കും മാറത്തില്ല. അതുപോലെ തന്നെ നമുക്ക് പായസ വിതരണം ഉണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അല്ലിക്കുട്ടൻ കഴിച്ചില്ല കേട്ടോ. അവൻ എന്ത് കൊടുത്താലും അവന് വേണ്ട. അവൻ ആ സമയം കൊണ്ട് കളി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ജാനി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ജാനി ചേച്ചി ഇച്ചിരി താമസിച്ചായിരുന്നേ. അവൾ വന്നപ്പോഴത്തേക്കിനും പതാക ഉയർത്തൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും ഞങ്ങൾ വിചാരിച്ചു പായസം അവൾക്കും കൂടെ കൊടുക്കാമെന്ന്. അപ്പോൾ അവരെല്ലാവരും കൂടി പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരെല്ലാം പോകാനൊക്കെ ടൈമായി. ഞങ്ങളങ്ങനെ അംഗനവാടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോകുമായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നേ. ഈ ഒരു ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ. ബൈ.